എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് നമ്മൾ സാധാരണ മട്ടൻ കറി വെക്കുമല്ലോ, അതേമാതിരിയല്ല, കുറച്ചൊരു നല്ലൊരു വ്യത്യാസത്തിലാണ് വെക്കുന്നത്, നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും നോക്കാം. ഈ മട്ടൻ കറി വെക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. പിന്നെ അതിൻ്റെ കൂടെ 4 വലിയ സവോള, 2 തക്കാളി, ഉണക്കമുളക് ഒരു 5 എണ്ണം, ഏലക്ക 10 എണ്ണം, പിന്നെ നമ്മുടെ കറുവാപ്പട്ട ഒരു വലിയ സ്റ്റിക്ക്, ഏകദേശം നമ്മുടെ വിരലിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ളത്, കുരുമുളക് മുഴുവനേ ഉള്ളത് 10 എണ്ണം, പിന്നെ കാഷ്യൂനട്ട് എൻ്റെ കയ്യിൽ ബ്രോക്കൺ ആയതുകൊണ്ടാണ് ഞാൻ 1.5 സ്പൂൺ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 15 എണ്ണം, ഓയിൽ 100 ml, ചുവന്ന മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കരിവേപ്പില കുറച്ച്, വെള്ളം 2 കപ്പ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മുടെ ഉണക്കമുളകും കാഷ്യൂനട്ടും ഏലക്കയും പിന്നെ നമ്മളെടുത്ത് വെച്ച പട്ട അത് പീസാക്കി പൊട്ടിച്ചിട്ടതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ട, അതൊന്ന് മിക്സിയിൽ പൊടിയുന്ന പാകത്തിന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട, വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ വറുത്ത് വെച്ചത് അവിടെ തണുക്കുന്ന നേരത്ത് നമുക്ക് നമ്മുടെ സബോള വറുത്തെടുക്കാം. സബോള വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കനം കുറച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന സബോള അതിലിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. സവോള അവിടെ ഫ്രൈ ആവുന്ന നേരത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നല്ലോ ഉണക്കമുളകും ഒക്കെ, അത് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ക്രഷ് ചെയ്തെടുത്തതിനകത്തേക്ക് തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. സവോള ഞാനിവിടെ 2 ബാച്ചായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. വെറുതെ ഓയിൽ കുറേ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇനി അതെല്ലാം ഒറ്റ പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം, കുഴപ്പമില്ല. സബോള അവിടെ വറുക്കുന്ന നേരത്ത് തന്നെ നമുക്ക് മറ്റൊരടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഈ സബോള വറുക്കുന്നതിനകത്തു നിന്ന് തന്നെ മതി 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു 4 ഏലക്കയും ബാക്കി നമ്മളെടുത്ത് വെച്ചിരുന്നില്ല മുഴുവനെയുള്ള 10 കുരുമുളക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ആ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും ആ പച്ചമണം മാറി വരുന്നത് നമുക്കറിയാം, അപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും. ആ ഏലക്കേൻ്റെയും ഈ പൊടികളും മട്ടണും ഒക്കെ കൂടി അതിനകത്ത് കിടന്ന് നന്നായിട്ട് മിക്സായി വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ല് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ആ മിക്സ് ചെയ്യുമ്പം നമുക്ക് കാണാം ആ മട്ടണിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത്. ഏകദേശം ആ വെള്ളം ഒന്ന് വറ്റി അതിൻ്റെ ആ ഒരു
ഓയിലൊന്ന് തെളിഞ്ഞ് വരുമല്ലോ, അപ്പം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ മട്ടണിലെ വെള്ളമൊക്കെ വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന നേരത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്നല്ലോ നമ്മുടെ ആ സ്പൈസസൊക്കെ പൊടിച്ചതും പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ഒക്കെ കൂടെ അരച്ച ആ പേസ്റ്റ് ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അത് വീണ്ടും അവിടെ ഇരുന്ന വേവുന്ന നേരത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോള ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അതും നല്ല ഫൈനായിട്ട് അരയൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, വെള്ളമൊന്നും ചേർക്കാതെ. ഈ ക്രഷ് ചെയ്ത സബോളയും ചേർത്ത് ഒരു 3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിനകത്ത് ചേർക്കുന്ന മസാലകൾ നമ്മളുടെയൊക്കെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം, അതായത് ഒരു 400 ml വെള്ളം ഉണ്ടാവും, അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ നേരത്ത് നമുക്ക് നോക്കാം ഇതിന് ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ആ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ട് മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെയും അതേപോലെ റൊട്ടീൻ്റെയോ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മട്ടൻ കറി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്